ഷാഫി പറമ്പിലിനെ തല്ലിയത് പോലീസാണോ അതോ ഗുണ്ടകളാണോ? കാരണം ഇത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ മൂക്കിടിച്ച് അയാളെ വെന്റിലേറ്ററിലാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് ഇവിടുത്തെ നിയമം പാലിക്കേണ്ട പോലീസുകാരായിരിക്കുമോ, അതോ ഈ നിയമമൊക്കെ കാറ്റിൽ പറത്തുന്ന ഗുണ്ടകളായിരിക്കില്ലേ എന്നൊരു സംശയം ഉണ്ടാകും. കാരണം പോലീസ് പലപ്പോഴും പറയുന്നത് ഷാഫിക്കെതിരെ ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ യാതൊരു തരത്തിലുള്ള അക്രമവും നടത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്ന കോഴിക്കോട് റൂറൽ എസ്.പിയുടെ വാദം പൊളിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് പോലീസ് ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് ഷാഫിയുടെ തലയ്ക്ക് അടിക്കുകയാണ്. അപ്പോൾ ഈ അടിയിൽ അദ്ദേഹത്തിന് തലയിലേക്ക് അടിക്കുന്ന അടി മാറിയാണ് മൂക്കിലേക്ക് അടി വീഴുന്നതും മൂക്കിന് ഗുരുതരമായിട്ട് പരുക്ക് പറ്റുന്നതും. മൂക്കിന്റെ ഏകദേശം 2 എല്ലുകൾ വരെ പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ മൂക്കിന്റെ 2 എല്ലുകൾ പൊട്ടുന്നു. ഷാഫി പറമ്പിലിന് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നു. ഇന്നിപ്പോൾ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പോലീസ് പറയുന്ന ന്യായവാദങ്ങളൊന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് ലാത്തി വീശിയില്ല എന്നും പ്രകോപിതരായിട്ടുള്ള UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അന്ന് കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ സത്യം അതല്ലല്ലോ പോലീസെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സത്യം ചില വിഷ്വലുകളിലൂടെ പുറത്തു വരുമ്പോൾ ആ വിഷ്വലുകൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും ന്യായീകരണവും ഒക്കെ അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഷാഫിയുടെ മൂക്കിൽ 2 പൊട്ടലുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമായിരുന്നു. കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിരിക്കാമെന്ന് പറയേണ്ടി. അപ്പോൾ ഒരു വധശ്രമം അടക്കം അതിനകത്ത് പിന്നിലുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരിക്കുകയാണ്. ഇതിനിടെ പേരാമ്പ്രയിൽ നടന്ന ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. മറ്റൊരു നടപടി കൂടി ഇതിനോടൊപ്പം തന്നെ പോലീസ് മറ്റൊരു നടപടി കൂടി ഇതിനോടൊപ്പം എടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഷാഫി പറമ്പിൽ എപ്പോൾ ഇറങ്ങും എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ എന്തിനാണ് ഇങ്ങനെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആരോപണങ്ങൾ ഉന്നയിച്ചാലും അക്രമങ്ങൾ നടത്തിയാലും തകർന്നു പോകുന്ന ഒരു ബ്രിഗേഡ് ആയിട്ട് അല്ല ഈ യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അവരൊരു ശക്തരായിട്ടുള്ള ഒരു സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ. ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അബിൻ വർക്കി ആണെങ്കിലും വിറ്റി ബൽറാം ആണെങ്കിലും ഒക്കെ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു നല്ല യൂത്ത് ബ്രിഗേഡ് രൂപം കൊണ്ടിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ. ആ യൂത്ത് ബ്രിഗേഡിനെ CPM-കാരും DYFI-ക്കാരും ഭയക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ SFI-ക്കാർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പേരാമ്പ്രയിലുള്ള CKG ഗവൺമെന്റ് കോളേജ് തിരഞ്ഞെടുപ്പിൽ ചെയർമാൻ സീറ്റ് ഉൾപ്പെടെ UDF അല്ലെങ്കിൽ UDSF എന്ന് പറയപ്പെടുന്ന KSU-വും MSF ഒക്കെ ചേർന്നിട്ടുള്ള സംഘടന പിടിച്ചെടുക്കുന്നു. ഇവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ UDSF എന്ന് പറയപ്പെടുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അവർ റോഡിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പോലീസ് റോഡിൽ വെച്ച് തടഞ്ഞതോടുകൂടി അവിടെ സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സംഘർഷം ഉണ്ടാകുന്നതോടുകൂടി പോലീസിന്റെ അതിക്രമത്തിനെതിരെ UDF കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഹർത്താൽ നടത്തുന്നു. അപ്പോൾ പേരാമ്പ്ര പഞ്ചായത്ത് മാത്രമാണ് അത്തരത്തിലുള്ള ഹർത്താൽ ഉണ്ടായത്. ഇതോടുകൂടി പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ്. അപ്പോൾ ഹർത്താലിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധ പ്രകടനമാണ് ടൗണിൽ കഴിഞ്ഞ ദിവസം ആദ്യം ഈ CPM-കാർ നടത്തിയത് എന്നുള്ളതാണ്. പിന്നാലെയാണ് UDF പ്രവർത്തകർ ഈ പ്രകടനവുമായിട്ട് എത്തുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ബസ് സ്റ്റാൻഡിന് തൊട്ട് മുൻപ് തന്നെ ഈ പ്രകടനം പേരാമ്പ്രയുടെ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുൻപ് വെച്ച് ഈ പ്രകടനത്തെ തടയുക ചെയ്തു. ഇതോടുകൂടി പോലീസുമായി ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ എതിർഭാഗത്ത് CPM പ്രവർത്തകർ കൂടി മുദ്രാവാക്യം വിളികളോടുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് പോലീസ് അവരുടെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോലീസ് ഇവരുടെ നടുവിൽ നിലയുറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാഫി പറമ്പിൽ എത്തിയതോടുകൂടി പ്രവർത്തകർ വീണ്ടും വളരെ വലിയ ആവേശത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തുടങ്ങും. 2 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ലാത്തി വീശലിലേക്ക് കടക്കുന്നത്. ടിയർ ഗ്യാസ് ഗ്രനേഡും പ്രയോഗിച്ചതോടുകൂടി എല്ലാവരും ചിതറിയോടുന്ന ഒരു കാഴ്ചയും അവിടെ ഉണ്ടായി. അപ്പോൾ വീണ്ടും ഇവർ തിരികെ വന്നെങ്കിലും പോലീസ് ഇവരെ വീണ്ടും ഓടിക്കുകയായിരുന്നു.
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് കല്ലേറുകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റ് പ്രകടനങ്ങളിൽ ചിലത് കല്ലുകൾ വലിച്ചെറിയുന്നു, കമ്പുകൾ വലിച്ചെറിയുന്നു, അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ എംപിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നത്. അപ്പോൾ ഗ്രനേഡ് പൊട്ടി വടകര ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരിപ്രസാദ് അടക്കം, പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ അടക്കം 8ഓളം പോലീസുകാർക്ക് ഇതിനോടൊപ്പം തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സംഘർഷവും നടന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവിടെ സംഘർഷം നടന്നുകൊണ്ടാണ് പോലീസുകാരടക്കം ഇപ്പോൾ ഹോസ്പിറ്റലായത്. അപ്പോൾ ഈ ചില സിദ്ധാന്തങ്ങൾ, ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്നവരാണല്ലോ ഈ CPM-കാർ. അവർ പറയുന്നത് ഈ മൂക്കിൽ നിന്ന് വന്നത് ബ്ലഡ് അല്ല ഷാഫി പറമ്പിലിന്റെ, പകരം അത് മഷിയാണെന്നാണ്. ചുവന്ന മഷി മൂക്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തരവും മണ്ടത്തരവും പറഞ്ഞു നടക്കുന്ന ഇവന്മാർക്ക് എന്ത് പേരാണ് ഇടേണ്ടത്? എന്ത് പേരാണ് വിളിക്കേണ്ടത് ഇവന്മാരെ? ഞാൻ പറയുന്നത് ഒരു പാർട്ടിയെയും ഇകഴ്ത്തി കാണിക്കുവാനല്ല, അതിനകത്തുള്ള ഇത്തരത്തിലുള്ള മണ്ടത്തരം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയും. വളരെ വൃത്തികേടാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്. പോലീസുകാരാണ് തല്ലിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ. ആ ദൃശ്യം ഇനി പോലീസുകാരുടെ യൂണിഫോം അണിഞ്ഞു വന്ന ഗുണ്ടകളാണോ, അല്ലെങ്കിൽ പോലീസുകാരിൽ ഈ CPM-നോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുണ്ടല്ലോ, സഖാക്കന്മാർ തന്നെ, അങ്ങനെയുള്ളവരാണോ? അവർക്ക് ഷാഫിയെ കിട്ടിയപ്പോൾ ഒന്ന് തല്ലാമെന്ന് തോന്നിയെങ്കിൽ അത് വളരെ കൃത്യമായി അവർ പാലിച്ചു എന്നുള്ളതാണ്. ആരുടെയെങ്കിലും ആജ്ഞയുണ്ടെങ്കിൽ ആ ആജ്ഞ വളരെ കൃത്യമായി നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോൾ പേരാമ്പ്ര ഗവൺമെന്റ് CKG കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇത്തരത്തിൽ കൈവിട്ടു പോയതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മർദ്ദിച്ചു എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ മൂക്കിൽ 2 എല്ലുകൾ ഒടിഞ്ഞ് ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ കുമാർ അടക്കം അവരുൾപ്പെടെയുള്ള നേതാക്കൾ ഏകദേശം 692 പേർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ FIR-ൽ പറയുന്നത്. അതൊക്കെ കടന്നോട്ടെ, അതൊക്കെ ഇനിയിപ്പോൾ ഇവർക്ക് എന്ത് വേണോ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. അതുകൊണ്ട് LDF പ്രവർത്തകർക്കെതിരെയും ഒരു കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 492 പേർക്കെതിരെ. അപ്പോൾ ന്യായവിരോധമായി സംഘം ചെയ്യുന്നു, കൂടാതെ വാഹന ഗതാഗതം ഇവ തടസ്സപ്പെടുത്തി തുടങ്ങിയവയ്ക്കാണ് കേസുണ്ടാക്കിയത്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ ആർക്കും ഒന്നും പറയാനില്ല. ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിടിച്ച് പരത്തിയതിൽ ആർക്കും ഒന്നും പറയുവാനുമില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, KSU പോലൊരു സംഘടന ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ആ കോളേജിൽ അവർ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം ആ പാർട്ടിക്കാർക്ക് വേറെ ഉണ്ടാവില്ല. കാരണം 30 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഈ പറയുന്നത് പോലെ ഒരു KSUവിന്റെ നീലക്കൊടി പതാക അവിടെ പാറിപ്പറക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് സന്തോഷമുണ്ടാകാം, അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചിരിക്കാം, ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം, അങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തിയത് കൊണ്ട് മാത്രം അവരെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുവാനും മർദ്ദിക്കുവാനും ആരാണ് അധികാരം കൊടുത്തത്? ഈ പോലീസിന്. ഇല്ലെങ്കിൽ പോലീസ് എന്ന് പറയപ്പെടുന്ന നരനായിട്ട് നടത്തുന്ന ഗുണ്ടകൾക്ക് ആരാണ് അത്തരത്തിലുള്ള അവകാശം കൊടുത്തത്? ഇനി ആരെങ്കിലും ഒരു തരത്തിൽ ഇവരെ തല്ലിച്ചതയ്ക്കണമെന്നുള്ള നിലപാടിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിലുള്ള ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതല്ലേ? കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഈ പേരാമ്പ്രയിൽ നടത്തുന്ന ഈ പ്രശ്നങ്ങൾക്ക്. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലുമായി വരുന്ന പ്രശ്നങ്ങൾ. ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ധാരണ. അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ മാത്രം, അദ്ദേഹത്തിന്റെ തെറ്റുകളുണ്ടെങ്കിൽ പുറത്തു വരട്ടെ, പുറത്തു വന്നാൽ അതിനെ ആ തരത്തിൽ തന്നെ ഞങ്ങൾ പുറത്ത് പറയുകയും ചെയ്യും. പക്ഷേ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെവിടെയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും നമ്മൾ പ്രകടമായി കണ്ടതുമാണ്. അപ്പോൾ ഇവിടെയും അദ്ദേഹം അത്തരത്തിൽ ഈ KSUവിന്റെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ അത് അക്രമാസക്തമാകുന്ന സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഹർത്താൽ നടത്തി ഹർത്താലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് ഏത് പാർട്ടിയാണെങ്കിലും നടത്താവുന്ന സമരങ്ങൾ നടത്താറുണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താറുണ്ട്. ആ പ്രതിഷേധ യോഗം നടത്തുന്ന ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ സംഘടിതരായി പോകും. ആ സംഘടിതരായി പോകുന്നവരെ ഭയപ്പെടുന്ന എന്തിനാണ്? ഈ CPM-കാർ രാഹുൽ മാങ്കൂട്ടത്തലിനെയും ഈ ഷാഫി പറമ്പിലിനെയും അബിൻ വർക്കിയെയും ഒക്കെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? കോൺഗ്രസിന്റെ ഒരു പുതിയ മുഖങ്ങളാണ് ഇവരെല്ലാവരും. ഈ മുഖങ്ങളെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ UDF-നെ വല്ലാതെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു LDF എന്നുള്ളതാണ്. CPM-ന് ഈ പുതിയ യൂത്തന്മാരെ ഭയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ ഇങ്ങനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കരുത്, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ ആരോപണങ്ങളുടെ പുറത്ത് നിർത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഒരു കോൺഗ്രസ് പാരമ്പര്യമോ കോൺഗ്രസ് രീതികളോ ഒന്നല്ല
പുതിയ ന്യൂജൻ പിള്ളേരായിട്ടുള്ള ഈ പുതിയ യുവതലമുറ മുന്നോട്ട് വയ്ക്കുന്നത്? അവർ സംഘം ചേർന്ന് സംഘടിതരായി നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ കോൺഗ്രസിനുള്ളിൽ. മുൻപുണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലെയുള്ള അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരു നയമൊന്നും അല്ല ഇവരെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ അടക്കം അവരുടെ തന്നെ ഒരു രാഷ്ട്രീയം അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു സ്നേഹത്തിന്റെ ഭാഷ അവർ ചാലിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും അബിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. അങ്ങനെ പുതിയൊരു തലമുറ കുറച്ചുകൂടി ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ എന്തു ആയിക്കോട്ടെ, അപ്പൊ പേരാമ്പ്രയിൽ ഷാഫി നടത്തുന്ന ഈ പ്രകടനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് പറയുന്നത് VK സനോജ് പറയുന്നത് ഇതൊക്കെ ഷോയാണ്, ഷാഫി ഷോയാണ് അവിടെ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇനിയും ഷാഫി ഇത്തരത്തിലുള്ള ഷോകളൊക്കെ നടത്തി ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട എന്നൊക്കെയുള്ള വാദഗതികൾ കൂടി ഈ VK സനോജ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആധികാരികമായി ചിന്തിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങൾ നടത്താൻ. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഷാഫി ഇനിയും ഷോ ഇറക്കിയാൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ പ്രതികരിച്ചത് എന്തിന്റെ പുറത്താണ്? ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പുറത്താണ്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ പോലീസുകാരെ കൊണ്ട് നടത്തിപ്പിച്ചത്? അല്ലെങ്കിൽ മൂക്കിടിച്ച് പൊട്ടിക്കണമെന്നോ ഷാഫിയെ തല്ലിച്ചതയ്ക്കണമെന്നോ ആർക്കെങ്കിലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നോ? ഇനി ഇതൊക്കെ പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയിട്ട് പോലും കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ കാണാൻ ആശുപത്രിയിലെത്തി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അയ്യപ്പന്റെ സ്വർണം കട്ടത് മറക്കാൻ വേണ്ടിയിട്ടാണോ വിജയന്റെ പോലീസ് ഈ ചോര വീഴ്ത്തിയത് എന്നൊരു ചോദ്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ വീഴ്ത്തിയ ചോരയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളായിരിക്കും മറുപടി പറയുക എന്നൊരു കിടിലം ഡയലോഗ് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയാലും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം വീണ്ടും കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുമുള്ള ഭാരവാഹിത്വത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതങ്ങനെയാണല്ലോ ഏത് പാർട്ടിയിലാണെങ്കിലും. കോൺഗ്രസ് ഇത്ര തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങളൊന്നും ഒരിക്കലും CPM പോലൊരു പാർട്ടി ഒരിക്കലും എടുക്കാറില്ല താനും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള പുതിയ കുറെ യുവ നേതാക്കൾ, അവരെ സത്യത്തിൽ CPM ഭയപ്പെടുന്നു, അല്ലെങ്കിൽ DYFI ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഒതുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണോ ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലുള്ള മർദ്ദനമുറകൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി.